അപ്പോൾ ഈ ഹൈപെക് പ്രൊസീജിയറിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഭാഗം സർജറി ഭാഗവും രണ്ടാമത്തെ ഭാഗം അതിൻ്റെ കീമോതെറാപ്പി ഡ്രഗിൻ്റെ ഡെലിവറി. കീമോതെറാപ്പി ഡ്രഗ് നമ്മൾ പേഷ്യൻറ്റിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്ത് ഇതെല്ലാം ഒരേ ദിവസം ഒരേ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ചെയ്യുന്ന തന്നെ ഒരു സർജറിയാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ ഓപ്പൺ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. വയറിനുള്ളിൽ വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് കാഴ്ചയിൽപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ട്യൂമർ ബാധിച്ച ഭാഗങ്ങളെയും നമ്മൾ നീക്കം ചെയ്യും. പലപ്പോഴും പെരിറ്റോണക്ടമി എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ചില ഇൻറ്റേർണൽ ഓർഗൻസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൻഡിക്സ്, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച ഓവറികൾ, ഗോൾ ബ്ലാഡർ എന്നീ അവയവങ്ങളിലൊക്കെ ട്യൂമർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നീക്കം ചെയ്യും. അപ്പോൾ പൂർണ്ണമായിട്ടും കാഴ്ചപ്പെടുന്ന രീതിയിൽ അസുഖം പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് മാറും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിയുടെ ഭാഗമായിട്ട് തന്നെ വയറിനുള്ളിലേക്ക് നമ്മൾ കീമോതെറാപ്പി ഡ്രഗ് കിടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാവിറ്റിക്കകത്ത് നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്യും. ഒരു 42 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കീമോതെറാപ്പി ഡ്രഗിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം അവ പ്രത്യേക ഒരു മെഷീൻ വഴി നമ്മൾ വയറിനുള്ളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഹീറ്റഡ് കീമോതെറാപ്പി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് രക്തത്തിലൂടെ കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷനിൽ നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് കീമോതെറാപ്പി ഡ്രഗ് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് കാരണം അതിൻ്റെ ഡ്രഗ് പെനിട്രേഷൻ, കാഴ്ചപ്പെടാത്ത രീതിയിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഡിസീസ് ഉള്ളതിനെ ആ കോശങ്ങളെയും കൂടെ ഈ കീമോതെറാപ്പി ഡ്രഗ് ആ ട്യൂമർ സെല്ലുകളെയും കൂടി നശിപ്പിക്കും.